ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതായത് സെക്കൻഡ് മാരേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പറയാമോ എന്നായിരുന്നു ചോദ്യം. സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യ വിവാഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതി നോക്കും, മതം നോക്കും, നാള് നോക്കും, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കുമല്ലോ നിങ്ങളൊരു മാരേജിലേക്ക് പോയത്. അവിടെ പരാജയപ്പെട്ടതുകൊണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഒത്തു നോക്കിയിട്ടും പരാജയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് വരുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്ന്, നമ്മളെ വിളിക്കുന്ന കൂടുതൽ ആളുകൾ സ്ത്രീകളായതുകൊണ്ട് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടുതൽ ആളുകളും ഒരു ദേവദൂതനെ കാത്തിരിക്കുന്ന ഒരു പ്രതീതിയിലാണ്. അവരുടെ 40കളിലോ 50കളിലോ അവരെ എല്ലാം അറിഞ്ഞ് അവർക്കെല്ലാം കൊണ്ടും കോമ്പാറ്റബിൾ ആകുന്ന ഒരാൾ വന്നു ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന, അതായത് വിവാഹമോചനം നേടിയ സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹമോചനം തേടാൻ കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ എനിക്ക് അവരോട് ആദ്യം പറയാനുള്ളത്, ഇതൊരു മിത്താണ്. അതങ്ങനെയൊന്നും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തന്നെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. അതായത് നിങ്ങളൊരു കുട്ടിയൊക്കെ ആയിട്ട് നോർമലി ഇപ്പോഴത്തെ ഒരു ഡിവോഴ്സ് റേറ്റ് ഒക്കെ നടക്കുന്നത് 35-40 ഇടയ്ക്കൊക്കെയാണ്. ആ സമയത്തേക്ക് പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടൊരു പക്വത ഉണ്ടായിരിക്കും, മെച്യൂരിറ്റി ഉണ്ടായിരിക്കും, അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ ഉള്ളൊരു ടൈമായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് പല റിലേഷൻഷിപ്പ് ഒരു ലിവിങ് ടുഗദർ പാറ്റേണിലാണ് പോകുന്നത്. അതായത് 2 പേര് ഒത്തുചേരുന്നു, അവർ ജീവിക്കാൻ തീരുമാനിക്കുന്നു, അവർ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒരു ഡോക്യുമെന്റേഷനോ അതൊരു ലീഗൽ എഗ്രിമെന്റോ ഒന്നും ഡോക്യുമെന്റ് ചെയ്യാതെ ആയിരിക്കും, അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലേക്കൊക്കെ അവർ പോകുന്നു. അത് പലപ്പോഴും പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ഡിവോഴ്സ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ മറ്റൊരാളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഈ പറയുന്ന പോലെ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവസാനം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആവുന്ന, അവസാനം ഈ പറയുന്ന അയാൾക്കോ അല്ലെ അവൾക്കോ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നീട് കുട്ടികളുടെ കാര്യമാണ്. ഇപ്പോൾ 2 പേർക്കും കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികളെ നോക്കുന്നതിനകത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനകത്തിൽ 2 പേർക്കുമുള്ള ഉത്തരവാദിത്തം ഷെയറിങ്, അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറിൻ്റെയോ ഹെൽപ്പോടുകൂടിയൊക്കെ വേണം ഇത്തരം ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കാൻ. പിന്നീട് ഈ പറയുന്ന മാതാപിതാക്കളുടെ കാര്യം, അതായത് ഭാര്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കാര്യം, അവരെ ആര് ഏറ്റെടുക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ മാരേജിൽ നിങ്ങൾക്കറിയാം, അതായത് കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് 100 പവനും അല്ലെ വലിയ സംവിധാനങ്ങളൊക്കെ കൊടുത്തായിരിക്കും ആദ്യത്തെ ഒരു വിവാഹമൊക്കെ നടത്തി വിടുന്നത്. അപ്പോൾ രണ്ടാമത് വരുന്നതിനകത്തിൽ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളോ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കേണ്ടത് അല്ലെ ഭാര്യയുടെ വീട്ടുകാരെ നോക്കുന്നതിനുള്ള ഉത്തരവാദിത്വ ഷെയറിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇതൊക്കെ പലപ്പോഴും ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സെക്കൻഡ് മാരേജൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റുകൾ അല്ലെ അതിനുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ്, അതായത് നിക്കീസ് കഫേയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു പുതിയ ഒരു റിലേഷൻഷിപ്പ്, അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് വന്ന സമയത്ത് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ്, കൺഫ്യൂഷൻസ്, ഇത് ശരിയാണോ തെറ്റാണോ, വീണ്ടും നമുക്ക് പണി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങൾക്ക് സ്വയം അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട കൗൺസിലിങ്, അവർക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തകർന്നു എന്ന് വെച്ചിട്ട് ആ 2 വ്യക്തികളായിരിക്കും കോമ്പാറ്റബിൾ ആവാത്തത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഒരു 100 കണക്കിന് ആളുകളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരു 25 പുരുഷന്മാർ നമ്മുടെ ഉണ്ട്, അല്ലെങ്കിൽ 25 സ്ത്രീകൾ നമ്മളുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരുടെ ഒരു കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട്, റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പാർട്ണർ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല. പലപ്പോഴും നിങ്ങളുടെ ഒരു ടൈം ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പല ഡൗട്ടുകളുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല ഡൗട്ടുകളുണ്ടായിരുന്നു, എങ്ങനെയാണ് പുതിയ ആളുകളെ കണ്ടുപിടിക്കുന്നത്, പുതിയ ആളുകളിലേക്ക് എങ്ങനെ എത്താം, അതിനൊക്കെ ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ 1 to 1 ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു ടീം, നിക്കീസ് കഫേയുടെ തന്നെ ഒരു ടീം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് എന്ന രീതിയിൽ ഒരു ടീം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളിവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.